ഇലക്ഷൻ റിസൾട്ട് വന്നത് മുതൽ നരേന്ദ്രമോദിയെപ്പറ്റി ലോകമാധ്യമങ്ങൾ, ഇന്ത്യയിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് നോക്കുന്നത് കൗതുകകരമാണ്. വിശ്വഗുരുവായി ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദിയെപ്പറ്റി ലോകം എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യയിലെയും പുറം രാജ്യങ്ങളിലുമുള്ള പത്രങ്ങളും മീഡിയകളും എങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് കിട്ടിയ തിരിച്ചടിയെ കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ പ്രമുഖമായ ദിനപത്രമാണ് ഇന്ത്യൻ എക്സ്പ്രസ്. അവർ എഴുതിയ ഒരു എഡിറ്റോറിയൽ തന്നെ ഇന്ത്യ റിന്യൂ ഇറ്റ്സ് പാസ്പോർട്ട് ടു ഡെമോക്രസി. ഇന്ത്യ ജനാധിപത്യത്തിലേക്കുള്ള അതിൻ്റെ പാസ്പോർട്ട് പുതുക്കുന്നു. വളരെ കൗതുകകരമായ നിരീക്ഷണമാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് നൽകുന്നത്. ദ ഗാർഡിയൻ്റെ എഡിറ്റോറിയൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, ജനാധിപത്യത്തിൽ വോട്ട് പിടിക്കാൻ പോയ മോദി അവസാനം ദൈവാവതാരമായി താൻ ഒരു ദിവ്യപുരുഷനാണെന്ന് അവകാശപ്പെടുന്ന ഘട്ടമുണ്ടായി. ട്രംപും ഇടയ്ക്ക് തൻ്റെ ഡ്യൂട്ടി ദൈവികമായ ഡ്യൂട്ടിയാണ് എന്ന് അവകാശപ്പെടുകയുണ്ടായി. ഇതുമായി താരതമ്യം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ സെറ്റ് ബാക്ക്, അദ്ദേഹത്തിന് കിട്ടിയ തിരിച്ചടിയെ അടയാളപ്പെടുത്തുന്നത് നൽകുന്ന പ്രധാനപ്പെട്ട ടൈറ്റിൽ പീപ്പിൾ അറ്റ് ദ സെൻറ്റർ. ജനങ്ങളാണ് കേന്ദ്രത്തിൽ, അല്ലാതെ നരേന്ദ്രമോദിയല്ല, BJP അല്ല, NDA അല്ല. അവർ നൽകുന്നതാണ് ഏറ്റവും ഉചിതമായ ടൈറ്റിൽ, പീപ്പിൾ അറ്റ് ദ സെൻറ്റർ. ജനങ്ങളാണ് സെൻറ്ററിൽ ആര് വരണം, കേന്ദ്രത്തിൽ ആര് വരണം എന്ന് തീരുമാനിക്കുന്നത്. ഡെമോക്രസി ഈസ് നോട്ട് ഇൻ എ ഗുഡ് ഷേപ്പ് എന്ന ഫിനാൻഷ്യൽ ടൈംസിൻ്റെ എഡിറ്റോറിയൽ വളരെ പ്രധാനമാണ്. ഫിനാൻഷ്യൽ ടൈംസിൻ്റെ എഡിറ്റോറിയലിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ദ BJP's muscular Hindu nationalism has eroded India's tradition of secular democracy. ഇന്ത്യയുടെ മതേതര പാരമ്പര്യം, മതേതര ജനാധിപത്യ പാരമ്പര്യത്തെ ഹിന്ദു നാഷണലിസം, ഹിന്ദു തീവ്ര ദേശീയത കൊണ്ട് മറച്ചിടാൻ ശ്രമിച്ച നരേന്ദ്രമോദിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണ് ഈ ജനവിധിയെന്ന് ദ ഫിനാൻഷ്യൽ ടൈംസ് എഡിറ്റോറിയൽ എഴുതുന്നു. മോഡിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രഹരമാണ് ഈ ജനവിധിയെന്ന് BBC പറയുന്നു. വിക്ടറി ദാറ്റ് ഫീൽസ് ലൈക്ക് എ ഡിഫീറ്റ്, ഒരു പരാജയം പോലെ തോന്നിപ്പിക്കുന്ന വിജയം. വിജയിച്ചു, പക്ഷേ ആത്യന്തികമായി പരാജയപ്പെട്ട ഒരു സ്ഥിതിയാണ് നരേന്ദ്രമോദിക്കുള്ളത്. ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിൽ നടക്കുന്ന പത്രമാണ്, മോദിയെ അനുകൂലിക്കുന്ന പത്രമാണ്. പക്ഷേ അവർ കൊടുത്ത ഒരു ഹെഡിങ്, ഹൗ മോഡി വാസ് പണിഷ്ഡ് ബൈ ആൻ ഇന്ത്യ ഹി ഇഗ്നേർഡ്. മോദി അവഗണിച്ച ഒരു ഇന്ത്യ, ആ ഇന്ത്യ എങ്ങനെയാണ് മോദിയെ ശിക്ഷിച്ചിരിക്കുന്നത്? കാരണം മോദിക്ക് അറിയാത്ത ഒരു ഇന്ത്യ ഉണ്ട്. ആ ഇന്ത്യയാണ് മോഡിയുടെ ഇൻവിൻസിബിലിറ്റി. അജയ്യമാണ് മോദി, അദ്ദേഹത്തെ തകർക്കാൻ കഴിയില്ല എന്ന് BJPക്കാരും സംഘപരിവാർ മാധ്യമങ്ങളും മറുനാടൻ ഷാജനും അതുപോലെ ABC ന്യൂസ് എന്ന് പറയുന്ന മലയാളത്തിലെ ചാനലിലും ഇരുന്നു കൊണ്ട് വിവിധ ആളുകൾ, അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് മോദി അജയ്യനാണ്, തോൽപ്പിക്കാൻ കഴിയില്ല എന്ന വീരവാദം പറഞ്ഞ ആ മോദിയെ, ഹൗ മോഡി വാസ് പണിഷ്ഡ് ബൈ ആൻ ഇന്ത്യ ഹി ഇഗ്നേർഡ്, മോദി അവഗണിച്ച ആ ഇന്ത്യ എപ്രകാരമാണ് മോദിയെ ശിക്ഷിച്ചിരിക്കുന്നത്? ഏറ്റവും വലിയ പണിഷ്മെൻ്റാണ്, ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ചിരിക്കുന്നത്. യൂണിയൻ സിവിൽ കോഡിനെ പറ്റി അടുത്ത 5 വർഷവും മോദിക്ക് സംസാരിക്കാൻ കഴിയില്ല. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഇമാതിരി ഒരു പരിപാടിയും മോദിക്ക് അടുത്ത 5 വർഷം നടപ്പാക്കാൻ കഴിയില്ല. വിശ്വഗുരുവായിട്ടല്ല, ജനാധിപത്യത്തിൻ്റെ അന്തകനായും ഏകാധിപത്യത്തിൻ്റെ അംശങ്ങളുള്ള ഏറ്റവും വലിയ ഹിന്ദു നാഷണലിസ്റ്റ് ഫാഷിസ്റ്റ് റജീം ഇത് തന്നെയാണ് നരേന്ദ്രമോദി. ഇത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ മൂടിവെച്ചെങ്കിലും ലോകരാജ്യങ്ങളിലെ മാധ്യമങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ട കാര്യമാണ്. ജനാധിപത്യത്തിലേക്കുള്ള ഇന്ത്യയുടെ പാസ്പോർട്ട് പുതുക്കിയിരിക്കുന്നു. ആ പുതുക്കലാണ് ഇന്നലെ നടന്നിരിക്കുന്നത്. അഭിവാദ്യങ്ങൾ.